ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിലിപ്പോ കൈകൂപ്പുന്ന അണ്ണാൻ മല. ചേടാ ഇതിപ്പോ എന്താണാവോ? സാറേ ഇത് ചിലപ്പോ സ്ഥലപ്പേരാണെങ്കിലോ? നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയുണ്ട്, പിന്നെ മയിലാടുംതുരയുണ്ട്. സാറേ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ പേര് ഏതോ മലയാളി എഴുതിയതാണ്. ഓക്കെ സാർ, എന്നാ ഞാൻ പോട്ടെ. ഹലോ ജെഡി. സർ, അതുപോലെ തന്നെ ചെയ്യാം സർ. ഞങ്ങൾ ആ രീതി തന്നെ നോക്കാം സർ. ശരി സർ. എന്താ ജെഡി? ജോർജ് സാറ് ഒരു സിമ്പിൾ മെത്തേഡില് ക്രാക്ക് ചെയ്ത ചില ഫൈൻഡിങ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ അത്? We will definitely catch him. ഹലോ ജെഡി. സർ, സാർ തന്ന ഇൻഫർമേഷൻ തികച്ചും ശരിയായിരുന്നു. അവർ ആ സ്ഥലങ്ങൾ തന്നെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. ഓക്കെ, ഞങ്ങള് തമിഴ്നാട് പോലീസിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് സർ. ഗുഡ്. ഇത് അവിടെ കൊണ്ട് നിർത്തണ്ട. അവരെ മറ്റെന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഷുവർ സർ. ഓക്കെ. അധോലോക സംഘങ്ങളിൽ പ്രധാനിയായ മേനോൻ എന്നറിയപ്പെടുന്ന മലയാളി തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ പദ്ധതിയിടുന്നതായി വിവരം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന അധോലോക സംഘാംഗമാണ് ഇയാൾ. പോലീസിന്റെ കയ്യിലോ ഇന്റലിജൻസിന്റെ കയ്യിലോ ഇയാളെ കുറിച്ചുള്ള ഒരു രേഖകളും ഇല്ല എന്നാണ് അറിയുന്നത്. വെറും ഒരു വിളിപ്പേരിൽ ഒരു സാമ്രാജ്യം ഭരിക്കുന്ന മേനോന്റെ മുഖംമൂടി വലിച്ചു കീറി ജനസമക്ഷം കൊണ്ടുവരുമെന്ന് സത്യവാർത്ത എന്ന ന്യൂസ് ബ്ലോഗിലൂടെ അജ്ഞാതനായ ഒരു ജേർണലിസ്റ്റ് കുറിച്ചിരിക്കുന്നു. സത്യവാർത്ത. സർ, ജഡി, നമ്മളെക്കാൾ മുമ്പ് ഒരു ജേർണലിസ്റ്റ് മേനോന്റെ വിവരങ്ങൾ അറിയുന്നുണ്ട്. ആരാണ് സർ? ഞാൻ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാം. ട്രൈ ടു ഫൈൻഡ് ഹിം. നമുക്ക് അയാൾ ഉപകാരപ്പെടും. സർ. ഓക്കെ. നമ്മൾ വിചാരിക്കുന്നത്ര ഈസിയായി ആ ജേർണലിസ്റ്റിനെ കണ്ടെത്താൻ പറ്റില്ല. അതെ, അയാൾ ബ്ലോഗുകൾ പോസ്റ്റ് ചെയ്യുന്നത് പല പല ഐഡികളിൽ നിന്നാണ്. ആരും അയാളെ ട്രാക്ക് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ മെയിനോന്റെ ആൾക്കാര് അയാളെ ഇപ്പൊ കൊന്നിട്ടുണ്ടാവും. അത് ശരിയാ. നമുക്ക് മറ്റേ ജേർണലിസ്റ്റ് സഞ്ജയ് വഴി ഒന്ന് ശ്രമിച്ചാലോ? അത് നല്ലൊരു വഴിയാണ്. അക്ഷരയും ഗോകുലും സഞ്ജയെ കണ്ടെന്ന് സംസാരിക്കണം. അയാള് വിചാരിച്ചാ ആളെ കണ്ടെത്താൻ സാധിക്കും. ശരി, ഞങ്ങൾ പോവാം.